വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്. പ്രിൻസ് ഗേറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മളൊരു ഗെയിം എഞ്ചിന് വേണ്ട എല്ലാ കോർ ഫംഗ്ഷനാലിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒട്ടും സമയം കളയാനില്ല, നമുക്ക് കൂട്ടത്തിലെ കൊമ്പനെ ചൂസ് ചെയ്തേ പറ്റൂ. സോ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഗെയിം എഞ്ചിനാണ് യൂണിറ്റി. സോ വൈ യൂണിറ്റി? എന്തുകൊണ്ടാണ് യൂണിറ്റി എന്നുള്ള ഗെയിം എഞ്ചിൻ നമ്മൾ ചൂസ് ചെയ്തത്? ആസ് ഓഫ് 2018 25ലധികം പ്ലാറ്റ്ഫോംസിൻ്റെ സപ്പോർട്ടാണ് യൂണിറ്റിക്കകത്തുള്ളത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മളൊരു ഗെയിം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പല പല പ്ലാറ്റ്ഫോമിലേക്ക് വലിയ കോഡിനകത്തൊന്നും ചേഞ്ച് വരാതെ നമുക്ക് ബിൽഡ് എടുക്കാൻ സാധിക്കണം. സോ യൂണിറ്റിക്കകത്ത് 2018 തന്നെ 25ലധികം പ്ലാറ്റ്ഫോംസിൻ്റെ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റിക്ക് മാത്രം അവകാശപ്പെടാവുന്ന മറ്റൊരു കാര്യമാണ് ഓഗ്മെൻറ്റ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, അതുപോലെ തന്നെ മെറ്റാവേഴ്സ്. ഇതിനകത്തേക്കൊക്കെ യൂണിറ്റിക്കകത്ത് സെവറൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇതുകൊണ്ട് തന്നെ യൂണിറ്റി ഗെയിം ഡെവലപ്പേഴ്സിനെ യൂണിറ്റി എഞ്ചിനീയേഴ്സിനും കൂടി വിളിക്കാറുണ്ട്. കാരണം കേവലം ഗെയിം ഡെവലപ്മെൻറ്റ് മാത്രമല്ലാതെ AR, VR, മെറ്റാവേഴ്സ് തുടങ്ങിയ സിമുലേഷൻ ആപ്പുകളെല്ലാം യൂണിറ്റി ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. സോ നമ്മുടെ തിയറി ക്ലാസ് ആക്ച്വലി ഇന്ന് തീരാണ്. ഇനി നമ്മൾ ഡയറക്റ്റ്ലി ആക്ഷനിലേക്ക് ഇറങ്ങാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാനൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. യൂണിറ്റി എന്ന് പറഞ്ഞ ഗെയിം എഞ്ചിൻ സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് യൂണിറ്റിയുടെ ഇൻസ്റ്റാളേഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ നമുക്ക് ആ സ്റ്റെപ്പിലേക്ക് കിടക്കാം. സോ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് യൂണിറ്റി ഇൻസ്റ്റാൾ ചെയ്യാനാണ്. യൂണിറ്റി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് യൂണിറ്റി ഡൗൺലോഡ് ചെയ്യണം. സോ നമ്മൾ ഗൂഗിളിനകത്ത് വെറുതെ യൂണിറ്റി ഡൗൺലോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് യൂണിറ്റിയുടെ വേർഷൻസ് കാണാം. സോ എന്താണിത്? ഇത് കണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഇപ്പോൾ നമുക്ക് 2017 മുതൽ 2023 വരെയുള്ള യൂണിറ്റിയുടെ എല്ലാ വേർഷൻസും ഇപ്പോൾ നമുക്ക് കാണാം. ആക്ച്വലി ഇത് എന്താണ്? ഇതിനകത്ത് ഏതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടാകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയുള്ള 2023 വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗെയിം ഡെവലപ്മെൻറ്റ് ജേണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് പല പല യൂണിറ്റി വേർഷൻസിൽ അറ്റ് എ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ 2022 ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ വർക്ക് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ചോ. സോ 2022 യൂണിറ്റി വേർഷൻ നമ്മുടെ കയ്യിൽ വേണം. അതേസമയം നമ്മൾ 2017 തുടങ്ങി ഒരു ഗെയിമിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 2017 നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്ത ഗെയിം എഞ്ചിനാണോ അതേ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇപ്പോഴും വർക്ക് ചെയ്യണം. സോ പല പല എഞ്ചിൻസ് നമുക്ക് നമ്മുടെ ഗെയിം ഡെവലപ്മെൻറ്റ് ജേർണിയിൽ യൂസ് ചെയ്യേണ്ടി വരും. സോ ഈ എഞ്ചിൻസിനെ എല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് യൂണിറ്റി അല്ല, യൂണിറ്റി ഹബ്ബാണ്. യൂണിറ്റി ഹബിനകത്താണ് നമ്മുടെ ലൈസൻസും നമ്മുടെ പ്രൈസിങ്ങും നമ്മുടെ പ്രൊഫൈലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു പാരൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ യൂണിറ്റി വേർഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുവഴി ഉപയോഗിക്കാൻ പറ്റുക. സോ വളരെ ബേസിക്കായിട്ട് യൂണിറ്റിയുടെ പാരൻറ്റ് അങ്ങനെ ചിന്തിച്ചാൽ യൂണിറ്റിയുടെ പാരൻ്റ് ആയിട്ടുള്ള യൂണിറ്റി ഹബ്ബ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡൗൺലോഡ് ചെയ്യാം. യൂണിറ്റി ഹബിൻ്റെ ലൈസൻസ് എഗ്രിമെൻ്റ് ഉണ്ട്. ചെയ്താൽ സോ നമുക്ക് യൂണിറ്റി ഹബ്ബ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ അതിനകത്ത് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യാനായിട്ട് നമുക്കൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഈ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്, നിങ്ങൾക്ക് ഞാൻ വിടാണ്. നമ്മുടെ ഇമെയിലും പാസ്വേഡും യൂസർ നെയിമും ഫുൾ നെയിമും വെച്ചിട്ട് നമുക്ക് ഒരു യൂണിറ്റി ID ഇതുവഴി ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ അടിച്ച പാസ്വേഡൊക്കെ ഓർത്തിരിക്കുക. നമുക്ക് അതുപോലെ തന്നെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോവും. അവിടെ നിന്നാണ് നമ്മൾ ആ മെയിൽ വെരിഫൈ ചെയ്യേണ്ടത്. സോ നമ്മൾ ആ ഇമെയിലും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാം. ഇവിടെ ബാക്ക് ടു യൂണിറ്റി ഹബ്ബ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് യൂണിറ്റി ഹബ്ബ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം.
സോ ആഫ്റ്റർ സൈൻ ഇൻ നമ്മുടെ യൂണിറ്റി ഹബ്ബ് ഡയറക്റ്റ്ലി ഓപ്പൺ ആയിട്ടുണ്ട്. യൂണിറ്റി പേഴ്സണലിൻ്റെ എഗ്രിമെൻറ്റ് നമ്മൾ എഗ്രി ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള യൂണിറ്റി ഹബ്ബ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, യൂണിറ്റിയുടെ ഒരു വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഏത് വേർഷനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക? യൂണിറ്റിയുടെ പല പല വേർഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് LTS വേർഷൻസ് മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. കാരണം എന്താണ്, യൂണിറ്റിയുടെ പല വേർഷൻസ് വന്നാലും മിക്കതൊന്നും സ്റ്റേബിൾ ആയിരിക്കില്ല. ലോങ് ടേം സപ്പോർട്ടിന് യൂണിറ്റി കൊടുക്കുന്ന വേർഷൻസാണ് LTS വേർഷൻസ്. സോ നമ്മളൊരു ഗെയിം ചൂസ് ചെയ്ത് ആ ഗെയിമിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു അപ്ഡേഷനിലേക്ക് അത് മാറുന്നതിന് പകരം അതിൽ തന്നെ ഒന്ന് ഗെയിം പൂർത്തിയാക്കാനാണ് ശ്രമിക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ LTS സപ്പോർട്ടുള്ള ഗെയിം എഞ്ചിൻസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇൻസ്റ്റാൾ എഡിറ്റർ എന്ന് പറഞ്ഞ ബട്ടണിലേക്ക് പോയി. ഇതിനകത്ത് 2022.3.45 LTS വേർഷൻ ഇവിടെ ഉണ്ട്. സോ നമ്മുടെ ഗെയിം ഡെവലപ്മെൻറ്റ് ജേണിയിൽ ഗെയിം പഠിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും ഇതേ വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ഞാൻ കൈൻഡ്ലി റിക്വസ്റ്റ് ചെയ്യണത്. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഓരോ പ്രാവശ്യം യൂണിറ്റിയുടെ ഇൻസ്റ്റാളുകളും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം യൂണിറ്റിയുടെ അപ്ഡേറ്റുകളും വരുന്നതിനനുസരിച്ച് അതിൻ്റെ UIയും അതിൻ്റെ ഫങ്ഷണാലിറ്റീസും എല്ലാം മാറുന്നുണ്ട്. സോ ഇവിടെ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് 2022.3.45 F1 എന്ന് പറയുന്ന യൂണിറ്റിയുടെ വേർഷൻ ഉപയോഗിച്ചിട്ടാണ്. സോ അതേ വേർഷൻ തന്നെ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെ അതേ വേറൊരു വേർഷൻ യൂണിറ്റിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഏറ്റവും പുതിയ വാട്സാപ്പിൻ്റെ അപ്ഡേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വളരെ പഴയൊരു വാട്സാപ്പിൻ്റെ അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ വരുന്ന പ്രോബ്ലംസ് പോലെ തന്നെ ഓക്കെ ആ ഒരു ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. സോ ഞാനിവിടെ 2022.3.45 F1 യൂണിറ്റി ഇൻസ്റ്റാൾ ചെയ്യാണ്. സോ ഇതിൻ്റെ കൂടെ തന്നെ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കമ്മ്യൂണിറ്റി അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതിനോട് ഒപ്പം തന്നെ ആൻഡ്രോയിഡ് ബിൽഡ് സപ്പോർട്ട് ടിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നമുക്കിത് ആൻഡ്രോയിഡിലേക്ക് ബിൽഡ് എടുക്കാനുണ്ട്. അടുത്തെല്ലാം ടിക്കാണ്. ആൻഡ്രോയിഡ് ബിൽഡ് സപ്പോർട്ട് ടിക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ ഓപ്പൺ JDK അതുപോലെ തന്നെ ആൻഡ്രോയിഡ് SDK ആൻഡ് NDK ടൂൾസ് ടിക്ക് ചെയ്യണം. ഓക്കെ, ഐ അഗ്രി. സോ നമ്മൾ യൂണിറ്റി എഞ്ചിൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ യൂണിറ്റി വേർഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ യൂണിറ്റി ഹബിനകത്ത് വന്ന ഫസ്റ്റ് ട്രയലിൽ തന്നെ നമ്മൾ ആ യൂണിറ്റി വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തവർ അല്ലെങ്കിൽ അങ്ങനെ ഇൻസ്റ്റാൾ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും വേർഷൻ കാണിച്ചവർ അവരാരും പേടിക്കണ്ട. അവർ ഡയറക്റ്റ്ലി ഗൂഗിൾ ക്രോമിനകത്ത് പോവുക. അവിടെ യൂണിറ്റി ഡൗൺലോഡ് എന്നടിക്കുക. ആ ഒരു കറക്റ്റ് വെബ്സൈറ്റിനകത്തേക്ക് തന്നെ പോവുക. അവിടെ 2023 ഉണ്ടാവും. നമ്മുടെ വേർഷൻ ഏതായിരുന്നു? 2022.3.45. സോ 2022ലേക്ക് പോവാം. 2022.3.45 അതാണ് 2022ൻ്റെ ലാസ്റ്റ് വേർഷൻ. സോ അതിനകത്തേക്ക് ഇൻസ്റ്റാൾ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ത്രൂ യൂണിറ്റി ഹബ്ബ് വഴി തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഓപ്പൺ യൂണിറ്റി ഹബ്ബിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ ഇൻസ്റ്റാളിങ് സെക്ഷനിലേക്ക് പോകും. നമ്മുടെ ഇത് ഓൾറെഡി ലിസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് സെപ്പറേറ്റ്ലി ഇനി വീണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് കേസിൽ അങ്ങനെ ഡൗൺലോഡ് ആവാത്തവർ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആ ഒരു വേർഷൻ ഡൗൺലോഡ് ചെയ്യുക. നെക്സ്റ്റിൽ നമ്മൾ യൂണിറ്റി ഹബ്ബ് തുറന്നതിന് ശേഷം ഇവിടെ നമ്മുടെ അക്കൗണ്ട് കറക്റ്റായിട്ട് ലോഗിൻ ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താം. ഇപ്പോൾ ഇവിടെ എന്ന് കാണിക്കുന്നത് സൈൻ ഔട്ട് കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി ലോഗിൻഡ് ആണ്. നെക്സ്റ്റ് നമുക്ക് യൂണിറ്റിയുടെ ലൈസൻസിങ് ആണ് വേണ്ടത്. സോ ഇവിടെ മാനേജ് ലൈസൻസിനകത്തേക്ക് പോവാം. ഇവിടെ ഓൾറെഡി ഈ യൂണിറ്റി ഹബിൻ്റെ ഈ ഒരു വേർഷനകത്ത് ലൈസൻസ് ഓൾറെഡി ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. പേഴ്സണൽ ലൈസൻസ് ആണ് ആദ്യമേ വരുന്നത്. സോ ഇങ്ങനെ വരാത്തവർ ചില കേസിനകത്ത് വരില്ല. സോ ജസ്റ്റ് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് എ ഫ്രീ പേഴ്സണൽ ലൈസൻസിനകത്ത് ക്ലിക്ക് ചെയ്യുക. അഗ്രി ആൻഡ് ഗെറ്റ് പേഴ്സണൽ എഡിഷൻ ലൈസൻസ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നിങ്ങളുടെ അകത്ത് അത് ആഡായി വന്നോളൂ. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്
ആൻഡ്രോയിഡ് ബിൽഡ് സപ്പോർട്ട്, അതുപോലെ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ, ഇത് രണ്ടും ഇതിൻ്റെ ഒപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ മോഡ്യൂൾസിനകത്ത് അതെല്ലാം ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. ഇവിടെ ക്ലിക്ക് ചെയ്യാം, ആഡ് മോഡ്യൂൾസിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആൻഡ്രോയിഡ് ബിൽഡ് സപ്പോർട്ട് ഓൾറെഡി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിനർത്ഥം ആൻഡ്രോയിഡ് ബിൽഡ് സപ്പോർട്ട് ഓൾറെഡി അതിനകത്ത് ഡൗൺലോഡ് ആയിട്ടുണ്ട് എന്നാണ്. പക്ഷേ വിഷ്വൽ സ്റ്റുഡിയോ ഇപ്പോഴും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് കിടക്കുന്നത്. സോ അത് ഡൗൺലോഡ് ആയിട്ടില്ല. സോ ഇതൊന്നും കൂടി ഡൗൺലോഡ് ചെയ്യാം. ഇത്തരം സ്റ്റെപ്പുകൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ആക്ച്വലി ആ ഗെയിം എഞ്ചിൻ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗെയിം ഡെവലപ്മെൻറ്റ് പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ടാണത് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. സോ വിഷ്വൽ സ്റ്റുഡിയോ ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക, ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യുക. സോ വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് കാണിക്കും. ആ പോപ്പപ്പ് കാണിക്കുമ്പോൾ നമ്മൾ താഴേക്ക് പോയിട്ട് ഗെയിം ഡെവലപ്മെൻറ്റ് വിത്ത് യൂണിറ്റി എന്ന് പറഞ്ഞ ടപ്പിൽ ടിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. സോ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പിനകത്ത് നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് നമ്മൾ യൂണിറ്റിയിൽ ചെയ്യാൻ പോകുന്ന, നമ്മളൊരു ഗെയിം ഡെവലപ്പേഴ്സായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്രോജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യാം. ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഓൾറെഡി കുറേ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് കാണിക്കും, അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ടെംപ്ലേറ്റ്സ് കാണിക്കും. 2Dയിലാണോ നിങ്ങൾ ഗെയിം ചെയ്യണേ, അതിനുള്ള സപ്പോർട്ടിങ്ങുള്ള സാധനങ്ങൾ അവിടെയുണ്ട്. 3Dയിലാണോ ചെയ്യണേ, അതിനുള്ള സപ്പോർട്ടിങ് സാധനങ്ങളുണ്ട്. AR ആണോ VR ആണോ എല്ലാം ഉണ്ട്. സോ അതൊന്നും ഒരുപാട് ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ജസ്റ്റ് 3D ക്ലിക്ക് ചെയ്യാം. പ്രോജക്റ്റ് നെയിം മൈ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് കൊടുക്കുക. ലൊക്കേഷൻ നമുക്ക് ആവശ്യമുള്ള ലൊക്കേഷനിലേക്ക് കൊടുക്കുക. സോ നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. യൂണിറ്റിയുടെ കുറച്ച് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ടാണ് ഫസ്റ്റ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര സമയം എടുക്കുന്നത്. നെക്സ്റ്റ് തുടങ്ങി ഈ ഒരു ലാഗിങ് ഉണ്ടാവില്ല. നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഇപ്പോഴും തീർന്നിട്ടില്ല. നമുക്ക് 2 കാര്യം കൂടി ചെക്ക് ചെയ്യാനുണ്ട്. സോ നേരെ എഡിറ്റിനകത്ത് പ്രിഫറൻസിനകത്ത് പോവാം. ഇവിടെ എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് എഡിറ്ററിൻ്റെ അവിടെ നമുക്കൊന്നും കാണാനില്ല, അല്ലെങ്കിൽ deven.exe എന്ന് പറഞ്ഞ് ഇൻറ്റേർണൽ എന്ന് പറഞ്ഞ് കിടക്കണേ. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിഷ്വൽ സ്റ്റുഡിയോ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കമ്മ്യൂണിറ്റി 2022 എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പിന്നീടായിരിക്കും പറഞ്ഞു തരാം, കാരണം അത് കോഡിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇൻ കേസ് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിഷ്വൽ സ്റ്റുഡിയോ 2022 എന്ന് കാണിച്ചില്ലെങ്കിൽ ഡയറക്റ്റ്ലി ബ്രൗസിനകത്ത് ക്ലിക്ക് ചെയ്യാം. സീനകത്തേക്ക് പോവാം. പ്രോഗ്രാം ഫയൽസ്, മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ 2022 കമ്മ്യൂണിറ്റി കോമൺ 7 IDE. അതിൻ്റെ താഴെ deven.exe എന്ന് പറഞ്ഞ ഫയൽ ചൂസ് ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ നമുക്കിവിടെ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഡ്രോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇൻ കേസ് വരാത്ത പക്ഷം ഇങ്ങനെ ചെയ്യണം. കോഡിങ് അറിയാവുന്നവരോട് വേണമെങ്കിൽ പറഞ്ഞു തരാം. നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് സജഷൻസ് കറക്റ്റായിട്ട് യൂണിറ്റിയുടെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റോ എന്തെങ്കിലും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വയ്ക്കാം. ഇത് വേറെ ഒന്നിനല്ല, നമ്മൾ സ്ക്രിപ്റ്റിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. നമ്മൾ ഇൻസ്റ്റലേഷൻ മാത്രമാണ് പറയുന്നത് ഈ ക്ലാസ്സിനകത്ത്. പക്ഷേ ആ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. ക്രിയേറ്റിനകത്ത് C# സ്ക്രിപ്റ്റ് എടുക്കുക. എക്സാമ്പിൾ സ്ക്രിപ്റ്റ്
ജസ്റ്റ് എൻ്റർ അടിച്ചു. ഞാനിവിടെ ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റിനകത്ത് സി ഹാഷ് സ്ക്രിപ്റ്റാണ് ഞാൻ ചൂസ് ചെയ്തത്. ഈ എക്സാമ്പിൾ സ്ക്രിപ്റ്റിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോയിലേക്ക് പോകും. ആദ്യമായിട്ട് വരുന്നവർക്ക് അവിടെ ഒരു ലോഗിൻ ഉണ്ടാവും. ഹലോ. ഇപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ആ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കറക്റ്റ് ആണോ എന്ന് അറിയാനാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിറ്റി ടൂൾസ് വിഷ്വൽ സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യണം എന്നുള്ളത്. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. സോ വിൻഡോ എടുക്കുക, ടൂൾസ് എടുക്കുക, ഓപ്ഷൻസ് എടുക്കുക. അവിടെ ഈ ലെഫ്റ്റിനകത്ത് ടൂൾസ് ഫോർ യൂണിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ഇതെനിക്ക് കാണാം. ഇത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിറ്റിയുടെ ടൂൾസ് ഈ വിഷ്വൽ സ്റ്റുഡിയോനകത്ത് കറക്റ്റായിട്ടല്ല വന്നിരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. സോ അങ്ങനെ വരുമ്പോൾ ഡയറക്റ്റ്ലി വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാളറിലേക്ക് പോവാം. വിഷ്വൽ സ്റ്റുഡിയോ 2022 അല്ല, വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാളറിലേക്ക് പോവാം. സോ ഇവിടെ ആ മോഡിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് കണ്ട അതേ വിൻഡോ നമുക്ക് ഒന്നുകൂടി കാണാൻ പറ്റും. അവിടെ ഈ ഗെയിം ഡെവലപ്മെൻറ്റ് വിത്ത് യൂണിറ്റി എന്നുള്ളത് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്ഗ്രേഡ് കൊടുക്കുക. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും പക്ക പെർഫെക്റ്റ്ലി ഗെയിം ഡെവലപ്പ് ചെയ്യാൻ പാകത്തിനുള്ള നമ്മുടെ യൂണിറ്റിയുടെയും മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോൻ്റെ സെറ്റപ്പുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റിയുടെ ഇൻ്റർഫേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിനെ സംബന്ധിച്ചിട്ടുള്ള എന്ത് ഡൗട്ടുകളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ഇനി വരുന്ന ക്ലാസ്സുകൾ മിസ്സാവാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.